വോട്ടിംഗ് യന്ത്രത്തിലെ പേര് മാറ്റണമെന്ന തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥിയുടെ ആവശ്യം പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. അഞ്ജലി നായർ എന്ന പേര് വേണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയാണെന്നും കോടതി വിമർശിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, സുപ്രധാനമാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അപരന്മാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി നിരീക്ഷണമാണ്. മറ്റൊന്ന് അഞ്ജലിയുടെ ആവശ്യം, അതിൽ ഇടപെടുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ശ്രദ്ധേയമാണ്. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, അഞ്ജലി നായരുടെ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അവരുടെ ആവശ്യം ഇതായിരുന്നു. അവരുടെ ഔദ്യോഗിക രേഖകളിൽ പേര് അഞ്ജലി PV എന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അഞ്ജലി നായർ എന്ന പേരാണ്. നേരത്തെ തന്നെ വരണാധികാരിയോട് അഞ്ജലി നായർ എന്ന പേര് EVM മെഷീനിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിലെത്തിയത്. അവരുടെ ആവശ്യം പരിഗണിക്കണമെന്ന് ഭരണാധികാരിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത്. അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയാണ്. വോട്ടർമാർക്ക് ആശയക്കുഴപ്പത്തിലാക്കുന്നതാണിത്. അപരന്മാരെ നിയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കുന്നു. അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണം തുടങ്ങിയ നിരീക്ഷണങ്ങളൊക്കെയാണ് ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് വന്നത്. നേരത്തെ തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജുഡീഷ്യറിയും ഈ അപര സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. പ്രജി, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.